കൃഷിമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ. മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറങ്ങി. കെ എം ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ല എന്ന് മാധ്യമപ്രവർത്തകർ അറിയിച്ചതോടെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഒന്ന് ഒരു മിനിറ്റ് പൂർത്തീകരിച്ചു. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. സുനിഷ യെലൂരുണ്ട് നമുക്കൊപ്പം. സുനിഷ, ഒരു സബ്ജക്റ്റും പൂർത്തീകരിക്കാൻ പുതിയ കൃഷിമന്ത്രി ടി സിദ്ദീഖിനെ മാധ്യമപ്രവർത്തകർ സമ്മതിച്ചില്ല. കാരണം നമുക്കറിയാം, കെ എം ബഷീറിന്റെ മരണം, കാറിടിപ്പിച്ചുള്ള ആ ഒരു മരണം, അത് മറക്കാൻ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ പങ്ക്, ഇയാൾ നേരിടുന്ന ആരോപണങ്ങൾ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളെ പൊതിഞ്ഞുപിടിച്ച് സംരക്ഷിക്കാൻ പല തലത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അറിയുന്ന മാധ്യമപ്രവർത്തകർക്ക് പ്രതിഷേധിക്കാതിരിക്കാനും കഴിയില്ല. എന്താണിന്ന് സംഭവിച്ചത്? ഷിഹാസെ, അത് തന്നെയാണ്. അതായത് ഇന്ന് നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദീഖ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാത്രമാണ് നിയമസഭയുടെ മീഡിയ റൂമിലേക്ക് എത്തുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി ദിനത്തിൽ ചെയ്യേണ്ട പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് കൃഷിവകുപ്പിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ ഈ നിയമസഭയുടെ മീഡിയ റൂമിലേക്ക് കയറി വരുന്നത്. പ്രസ് മീറ്റ് നടക്കുന്ന ടി സിദ്ദീഖിന്റെ തൊട്ടടുത്ത കസേരയിലേക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. കെ എം ബഷീറിന്റെ കൊലയാളിയായുള്ള ഒരാളെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് മാധ്യമപ്രവർത്തകർ പറയുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പക്ഷേ പിന്നീടാകട്ടെ ഞാൻ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന ടി സിദ്ദീഖ് പറയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ സബ്ജക്റ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഇത് പറയാമെന്നുള്ളതായിരുന്നു മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് മാധ്യമപ്രവർത്തകർ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്തു. ഇങ്ങനെ ശ്രീറാം വെങ്കിട്ടരാമനെ, ഈ ആരോപണ വിധേയനായ കൊലയാളിയായ ശ്രീറാം വെങ്കിട്ടരാമനെ ഈ വേദിയിൽ നിന്നും മാറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കില്ല എന്നൊരൊറ്റ നിലപാട് അത് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീറാം വെങ്കിട്ടരാം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്.